ഗൈസ്, നെക്സ്റ്റ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ആ ആക്ടിനകത്ത്, അതായത് വഖഫ് ആക്ടിനകത്ത് ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നു, ഒരു ഫ്രേസ് ഉണ്ടായിരുന്നു, വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നതാണ് നേരത്തെ ഞാൻ സെക്ഷൻ 40 മാറ്റി കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഏകദേശം അതുപോലെയാണ്. അതായത് വർഷങ്ങളായിട്ട് ഒരു പ്രോപ്പർട്ടി യൂസ് വഖഫ് അല്ലാതെ, വഖഫിന് വേണ്ടി കൊടുത്തതല്ലാതെ, വഖഫായിട്ട് രജിസ്റ്റർ ചെയ്യാത്ത പ്രോപ്പർട്ടി വഖഫ് വക യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി. ഓക്കെ, ഈ പ്രോപ്പർട്ടീനെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അത് വഖഫായിട്ട് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് വഖഫ് ബൈ യൂസർ എന്നുള്ളൊരു വേർഡ്. അപ്പോൾ വഖഫ് ബൈ യൂസർ എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ലാൻഡ് മുസ്ലിംസ് വഖഫായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാൽ അത് വഖഫായിട്ട് രജിസ്റ്റർ ചെയ്യാത്തൊരു ഭൂമിയാണ്, അല്ലെങ്കിൽ വീടാണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയാണ് എങ്കിൽ അത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞ് അത് അവരുടെ വഖഫ് പ്രോപ്പർട്ടിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. അതാണ് ഈ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത്. ഇനി തൊട്ട് ആ വഖഫ് ബൈ യൂസർ എന്നുള്ളൊരു ഫ്രേസ് അവിടുന്ന് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ പറ്റത്തില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇനി ഏതെങ്കിലും ഭൂമി അവർ വഖഫായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഭൂമിയുടെ മൊത്തം ഡീറ്റെയിൽസ് വഖഫ് ബോർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അത് ഓൺലൈനിൽ മറ്റുള്ളവരുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ആ ഇൻഫർമേഷൻ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും സ്ഥലം വഖഫാണെന്ന് പറയുമ്പോൾ ആ സ്ഥലം ആരുടെ, എങ്ങനെ വന്നു, എന്താണ്, ആ കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് ഉണ്ടായിരിക്കണം. അതാണ് വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ സംഭവം. വഖഫ് ബൈ യൂസർ എന്നുള്ളൊരു ഫ്രേസ് ഈ പറഞ്ഞ ആക്റ്റിൽ നിന്ന് അങ്ങ് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതാണ് അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ.